ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ നേപ്പാളിൽ റോട്ടഹട്ട് എന്ന ജില്ലയിൽ ചാപ്പൂർ എന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇവിടെയുള്ള നമ്മളുടെ കൂട്ടുപ്രവർത്തകനോട് പ്രേം ജിയോട് ചോദിച്ചു, ഈ സ്ഥലത്ത് ഇപ്പോൾ എത്ര സഭകളുണ്ട്? അദ്ദേഹം പറഞ്ഞു, ഈ ജില്ലയിൽ ഏതാണ്ട് 45 സഭകൾ ഉണ്ട്. ഈ ചാപ്പൂർ എന്ന് പറയുന്ന ചെറിയ ടൗണിന് ചുറ്റും ഏതാണ്ട് 15 സഭകൾ, കൂട്ടായ്മകളുണ്ട്. ഹൃദയത്തിൽ ദൈവത്തോട് വളരെ നന്ദി തോന്നി. കാരണം 1950 വരെ മറ്റോ ക്രിസ്തീയ മതവുമായി ബന്ധപ്പെട്ട ആർക്കും ഈ രാജ്യത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല എന്നാണ് തോന്നുന്നത്. ഒരു മിഷനറിയും ഇവിടേക്ക് വരുവാൻ ഇവിടുത്തെ രാജാവ് അനുവദിച്ചിരുന്നില്ല. നേപ്പാളിൽ മിഷനറിയായി വരുവാൻ ആഗ്രഹിച്ച ഡോക്ടർ ഡങ്കൻ അവിടേക്ക് അനുവാദം ലഭിക്കാതിരുന്നതുകൊണ്ടാണ് റെക്സോളിൽ ബീഹാറിൻ്റെ ബോർഡറിൽ, നേപ്പാൾ ബീഹാർ ബോർഡറിൽ ഡങ്കൻ ആശുപത്രി അത് തുടങ്ങിയത്. 1950 ആദ്യ സമയങ്ങളിൽ 52 അത്യാലിൽ അച്ഛൻ, പെരുമ്പട്ടിയിൽ നിന്നുമുള്ള അത്യാലിൽ അച്ഛൻ ഏതാണ്ട് ആദ്യത്തെ മിഷണറിയായി നേപ്പാളിലേക്ക് വരുമ്പോൾ ഇവിടെ 10 ക്രിസ്ത്യാനികൾ പോലും ഉണ്ടായിരുന്നില്ല. മുഴുവൻ നേപ്പാളിലും ഒരുപക്ഷെ 5 ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നിതാ റോത്താഹട്ട് എന്ന ജില്ലയിൽ മാത്രം 50ഓളം സഭകൾ. ഈ ഒരു ചെറിയ ടൗണിൽ മാത്രം 10-15 സഭകൾ. നമ്മൾ കർത്താവിൻ്റെ വചനവുമായി പോകുമ്പോൾ നമ്മുടെ സമയത്തും നമ്മുടെ സമയത്തിന് ശേഷവും എത്രയെത്ര അത്ഭുതകരമായ കാര്യങ്ങളാണ് നടക്കുവാൻ സാധ്യമാകുന്നത് എന്ന് ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെ നമ്മളുടെ കൂട്ടുപ്രവർത്തകരുടെ കൂട്ടായ്മയായിരുന്നു. ഇന്നും അതുണ്ട്. ഏതാണ്ട് 40ഓളം സുവിശേഷകർ. അവർ ഈ താഴ്വര ഭാഗത്ത് കൂടുതലും ആ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇനിയും ധാരാളം യൗവനക്കാർ തയ്യാറാണ്. അവരെ ട്രെയിൻ ചെയ്യണം, പരിശീലിപ്പിക്കണം, അവരെ അയക്കണം. ആരയക്കും? ആര് പോകും? നമ്മളെല്ലാവരും ബൈബിൾ ടീച്ചേഴ്സാണ്. എന്നാൽ ദൈവത്തിന് വേണ്ടത് ബൈബിൾ വർക്കേഴ്സിനെയാണ്. ബൈബിൾ വർക്കേഴ്സ് ആരുണ്ട്? നമ്മൾ 10,000 കിലോമീറ്ററുകൾ ഇവിടെ നിന്നും അവിടേക്ക് പോയി വചനം പഠിപ്പിക്കുന്നു. ആരെയാണ് വചനം പഠിപ്പിക്കുന്നത്? ഒരു 10,000 തവണ വചനം കേട്ടവരെ. അവിടെ നിന്നും ഇവിടേക്ക് 10,000 കിലോമീറ്ററുകൾ താണ്ടി ബൈബിൾ ടീച്ചേഴ്സ് വരുന്നു. അവർ കൺവെൻഷനുകളിൽ പ്രസംഗിക്കുന്നു, വചനം പഠിപ്പിക്കുന്നു. എവിടേക്കാണ് വരുന്നത്? 10,000 തവണ വചനം കേട്ടവരുടെ അടുക്കിലേക്ക്. അവിടെ 1-2 ദിവസം, 1-2 ആഴ്ച വചനം പഠിപ്പിച്ച് തിരികെ പോകുന്നു ഇവിടേക്ക് വരുന്നവർ. അവിടേക്ക് പോകുന്നവർ 5-6 മാസം, 2-3-5-6 മാസം അവിടെ നിന്ന് 10,000 തവണ വചനം പഠിച്ചവരോട് വീണ്ടും പഠിപ്പിച്ച് തിരിച്ചു വരുന്നു. ഇവിടെ ഒരിക്കൽ പോലും വചനം കേട്ടിട്ടില്ലാത്തവർ, അവർ കാത്തിരിക്കുകയാണ്. ആര് വരും ഞങ്ങളുടെ അടുക്കിലേക്ക് വചനം പഠിപ്പിക്കുവാൻ? അവിടേക്ക് വരുവാൻ നമുക്ക് താല്പര്യമുണ്ടോ? പിറവം സെൻറ്ററിൽ നിന്നുമുള്ള പാസ്റ്റർ ജോജിയുടെ നേതൃത്വത്തിൽ ഉള്ള 5 പേർ ഞങ്ങളോടൊപ്പമുണ്ട്. അവർ എല്ലാ വർഷവും 1-2-3 തവണ വരും. ബീഹാറിലെ പല സ്ഥലങ്ങളിൽ, നേപ്പാളിൽ സഞ്ചരിച്ച് പഠിപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ബൈബിൾ ടീച്ചേഴ്സ് ധാരാളമുണ്ട്. ടീച്ചേഴ്സ് ആകുവാൻ യോഗ്യതയുള്ളവരെയാണ് നമ്മൾ കൂടുതലും പഠിപ്പിക്കുന്നത്. എന്നാൽ ഒരിക്കൽ പോലും വചനം അറിയാത്തവരെ പഠിപ്പിക്കുവാൻ നമ്മൾ തയ്യാറാണോ? അതിനുവേണ്ടി സമയം ചിലവഴിക്കുവാൻ തയ്യാറാണോ? ബൈബിൾ വർക്കേഴ്സായിട്ട് പോകുവാൻ ആരുണ്ട്? ബൈബിൾ വർക്കേഴ്സ്
അവിടെ ചൂടുണ്ട്, തണുപ്പുണ്ട്. അവിടെ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ താമസിക്കുന്നത് ജോജോയും അനുവുമാണ്. അവർ ഇവിടെ താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. എറണാകുളംകാരാണ്. നമുക്ക് ബൈബിൾ വർക്കേഴ്സാകാം. കർത്താവിന് വേണ്ടത് കൊയ്ത്ത് വളരെയുണ്ട്. ഇവിടെയും താഴ്വരയിൽ നന്നായിട്ട് നെല്ല് വിളയുന്നുണ്ട്. കൊയ്ത്ത്, മനുഷ്യരുടെ കൊയ്ത്ത് വളരെയുണ്ട്. വേലക്കാരോ ചുരുക്കം. ഒരു മനുഷ്യൻ വന്നപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ യേശുവിനെ അറിഞ്ഞെങ്കിൽ നമ്മൾ പോയാൽ നമ്മളിലൂടെയും അത് സംഭവിക്കും. ഗാഡ് ബ്ലസ് യു.